വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥി യുവജന സമരത്തിന്റെ ചരിത്രം അറിയാത്തവരാണ് ബിജെപിക്കാരെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജൻ പറഞ്ഞു. സിപിഎം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന വി. കേശവന്റെ 22ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പറണിക്കാവിൽ നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ യാത്രകൾ ദുരൂഹമാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ വിദ്യാർത്ഥി യുവജന സമരത്തിന്റെ ചരിത്രം അറിയാത്തവരാണ് ബിജെപിക്കാരെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജൻ പറഞ്ഞു. സിപിഎം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന വി. കേശവന്റെ 22ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഭരണിക്കാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. ആദ്യം 3 തവണ പിരിഞ്ഞു പോകണമെന്ന് ആഹ്വാനം ചെയ്യും. പിന്നീട് വെടിവെക്കും. വിദ്യാർത്ഥികൾ ചിതറിയോടും, ചിലർ മരിക്കും, ചിലർക്ക് അംഗവൈകല്യം സംഭവിക്കും. ഇതെല്ലാം ആശുപത്രിയിലേക്ക് നീക്കം ചെയ്യും. 4 മണിക്കൂറിനകം ശാന്തമാകും. ഇത് ഗുജറാത്തിൽ നരേന്ദ്രമോദി കാട്ടിയ മാതൃകയാണ്. ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ഓർക്കുക. 14 ജില്ലകളിലായിരുന്നു കലാപം. ആ കലാപത്തെ അത്രയൊന്നും ഭരണപരിചയം ഇല്ലാതിരുന്ന നരേന്ദ്രമോദി തനിച്ച് ഹാൻഡിൽ ചെയ്ത രീതിയാണ്. അതെ, 2000ഓളം പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ക്രൂരമായി വംശഹത്യയിലൂടെ ബലാത്സംഗം ചെയ്ത് പുറത്തൊടുക്കിയ നരേന്ദ്രമോദിയെ പോലെ ഞാൻ ഇത് ഹാൻഡിൽ ചെയ്യും. സമരചരിത്രം അറിയില്ല എങ്കിൽ അത് പഠിക്കണം. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ തോക്കും ആണിയടിച്ച ലാത്തിയും ഗുണ്ടായുസവും ഉപയോഗിച്ച് അടിച്ചമർത്താമെന്ന് കരുതിയാൽ അത് വിലപ്പോവില്ല. ഈ കാര്യം ഇന്ത്യൻ യുവത്വം വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്നും ജയരാജൻ പറഞ്ഞു. ബിജെപിയുമായി ഡീലുണ്ടാക്കുന്നതിൽ ഒരു മടിയുമില്ലാത്തയാളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അദ്ദേഹത്തിന്റെ നിരവധി തീരുമാനങ്ങളിൽ ഡീൽ പ്രതിഫലിക്കുന്നുണ്ട്. പ്രളയം കേരളത്തെ വിഴുങ്ങിയ സമയത്ത് വിഭവസമൃദ്ധമായ സദ്യ കഴിച്ച് ആഘോഷിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയെന്നും ജയരാജൻ പറഞ്ഞു. സിപിഎം മാവേലിക്കര ഏരിയ സെക്രട്ടറി ജി. അജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജി. ഹരിശങ്കർ, എ. മഹേന്ദ്രൻ, കെ. രാഘവൻ, കെ. മധുസൂദനൻ, മുരളി തഴക്കര, ലീല അഭിലാഷ്, എം. എസ്. അരുൺകുമാർ MLA, എ. എം. ഹാഷിർ, ആർ. ഗംഗാധരൻ, സിബി വർഗീസ്, നികേഷ് തമ്പി, ബി. വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കോശി അലക്സ് സ്വാഗതം പറഞ്ഞു. ജി. രമേശ് കുമാർ നന്ദിയും പറഞ്ഞു. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം C.S. സുജാത വി. കേശവന്റെ വീട്ടിലെത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. വൈകിട്ട് അനുസ്മരണ റാലിയും രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നിരുന്നു. CDNet ന്യൂസ് ചാരുമൂട്. CPI കരിയിലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ CPI സെപ്റ്റംബർ 1 ഡൽഹിയിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കാൽനട ജാഥ സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPI സെപ്റ്റംബർ 1 സംഘടിപ്പിക്കുന്ന ഡൽഹി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാൽനട ജാഥ സംഘടിപ്പിച്ചു. കരിയിലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാൽനട ജാഥ സംഘടിപ്പിച്ചത്. വിലക്കയറ്റം തടയുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, കർഷകരുടെ വിളകൾക്ക് ന്യായവില ഉറപ്പാക്കുക, പൊതുവിദ്യാഭ്യാസവും പൊതു ആരോഗ്യവും സംരക്ഷിക്കുക തുടങ്ങി നിരവധി മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കാൽനട ജാഥ സംഘടിപ്പിച്ചത്. എസ്. സനിൽകുമാർ ആയിരുന്നു ജാഥ ക്യാപ്റ്റൻ. അഡ്വക്കേറ്റ് അമൽരാജ് വൈസ് ക്യാപ്റ്റനും റഹീം കൊപ്പാറ ഡയറക്ടറുമായിരുന്നു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് N. ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്ഷോഭമായി സെപ്റ്റംബർ മാസം 1 തീയതി ഡൽഹിയിൽ നടക്കുന്ന CPIയുടെ ഈ ഡൽഹി ചലോ പ്രക്ഷോഭം മാറാൻ വേണ്ടി പോവുകയാണ്. ആ പ്രക്ഷോഭത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നാട്ടിലെ ജനങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ രാജ്യത്തെമ്പാടും പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ മുഖാന്തരം ഇതുപോലെയുള്ള കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കുന്നത്. ഈ പ്രക്ഷോഭത്തിന് ആധാരമായി 4-5 കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള സാഹചര്യമില്ലാതെ വരുന്ന അതിരൂക്ഷമായ വിലക്കയറ്റമാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ അതിരൂക്ഷമായ വിലക്കയറ്റം മൂലം രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഭക്ഷ്യവസ്തുക്കൾക്ക് രൂക്ഷമായ വിലക്കയറ്റം, പെട്രോളിൻ്റെ വിലവർദ്ധനവ്, ഡീസലിൻ്റെ വിലവർദ്ധനവ്,
പാചകവാതകത്തിൻ്റെ വിലവർദ്ധനവ് ഇത് സൃഷ്ടിച്ചിരിക്കുന്ന രൂക്ഷമായ പ്രതിസന്ധി, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഒരു ഉപഭോക്തൃ സംസ്ഥാനം കൂടിയായി മാറുമ്പോൾ കേരളത്തിൽ അതിരൂക്ഷമായ വിലക്കയറ്റമാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നമ്മുടെ കുട്ടികൾ മരണപ്പെട്ടത്, ആത്മഹത്യ ചെയ്തത് 22 പേരാണ്. ഒരു നീറ്റ് എക്സാം അത് എങ്ങനെ ഈ രാജ്യത്തിനെ നെഗറ്റീവായി അല്ലെങ്കിൽ ഇല്ലാതാക്കി മാറ്റുവാൻ സാധിക്കും, കുട്ടികളുടെ ഭാവി സുരക്ഷിതമല്ലാതാക്കി മാറ്റുവാൻ സാധിക്കും എന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എന്ത് കഴിക്കണം, ഏത് ഭക്ഷണം പാചകം ചെയ്യണം, ഞാൻ ഏത് വസ്ത്രം ധരിക്കണം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സംഘപരിവാർ ക്രിമിനലുകൾ ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അരാജകത്വവും അസഹിഷ്ണുതയും വർഗീയതയും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു കില്ലർ, രാജ്യത്തിന്റെ ജനാധിപത്യത്തെ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന ഒരു കില്ലർ ഈ നാടിന് ആപത്താണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ കാൽനട ജാഥ ആരംഭിക്കുന്നത്. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG സന്തോഷ് നിർവഹിച്ചു. സെൻ AK സജു, ആനന്ദൻ, സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം. കായംകുളം പെരിങ്ങാല കരിമുട്ടം വാക്കേൽ തെക്കതിൽ മധുസൂദനം പിള്ള നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കാലവർഷം ജില്ലയിൽ 3165 കർഷകരുടെ 1112 ഹെക്ടർ സ്ഥലത്ത് കൃഷിനാശം സംഭവിച്ചതായി വിലയിരുത്തൽ. ഇതുവരെ ഉണ്ടായത് 132.7 ലക്ഷം രൂപയുടെ കൃഷിനാശം. വെള്ളപ്പൊക്കം. പത്തിയൂർ ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും എക്സൈസ് സഹകരണ മന്ത്രി M. ലിജുവും സന്ദർശനം നടത്തി. സ്ഥിതിഗതികൾ വിലയിരുത്തി. കാടുപിടിച്ച് ശോച്യാവസ്ഥയിലായ കായംകുളം ബോട്ടുജെട്ടിയും കായലോര വിശ്രമ കേന്ദ്രവും നവീകരിച്ച് സമഗ്രമായ ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി M. ലിജു. പ്രദേശം മന്ത്രി സന്ദർശിച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥി യുവജന സമരത്തിന്റെ ചരിത്രം അറിയാത്തവരാണ് BJPക്കാരെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. മുഖ്യമന്ത്രി VD സതീശന്റെ യാത്രകൾ ദുരൂഹമാവുകയാണെന്നും ജയരാജൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.